എല്ലാവരും ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് മിസ്സിന് അറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തോളൂ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നാളെ നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണിതാ ഇന്ന് മിസ് പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗെറ്റ് സെറ്റ് റെഡി. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും എൻ്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത 1-2 ക്വസ്റ്റ്യൻസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. എന്താണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു പോമോ, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പാസേജോ പോമോ തരും. അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓപ്ഷൻസും തരാറുണ്ട്. അത് കറക്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ആക്ടിവിറ്റി 1 ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവുക. പിന്നെ ആക്ടിവിറ്റി 2 to 7 വരെ ഉള്ളതിൽ നിങ്ങൾ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. അതിൽ കോൺവെർസേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കോൺവെർസേഷൻ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാവാം, അല്ലെങ്കിൽ എൽസ് ആൻഡ് ഷൂ മേക്കർ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാവാം കേട്ടോ. ആ 2 ചാപ്റ്ററാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്വർടൈസ്മെന്റ് എന്നുള്ളത്, പരസ്യം എഴുതാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു വീഡിയോ മിസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും പോയി കാണാം, ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വർടൈസ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാം. ഇനി അടുത്തത് തോട്ട്സ് അല്ലെങ്കിൽ ഡയറി. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഒന്നെങ്കിൽ നമ്മുടെ ലോസ് ബോയ്ഡതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എൽസ് ആൻഡ് ഷൂ മേക്കർ എന്നുള്ളതിൽ ആ ഒരു ഷൂ മേക്കറതോ അല്ലെങ്കിൽ ഷൂ മേക്കറുടെ വൈഫിൻ്റെയോ തോട്ട്സോ ഡയറിയോ ആയിരിക്കും ചോദിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിനുശേഷം പസിലോ അല്ലെങ്കിൽ ആഡ് മോർ ലൈൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ പസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പോം 4 വരി പോം തന്നിട്ട് 4 വരി ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ആഡ് മോർ ലൈൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ പോസ്റ്റർ, പിക്ചർ, ഡിസ്ക്രിപ്ഷൻ, സ്റ്റോറി റൈറ്റിംഗ്, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കാം കേട്ടോ. പോസ്റ്റർ ആവാം, അല്ലെങ്കിൽ ഒരു പിക്ചർ തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാവാം, അല്ലെങ്കിൽ കുറേ പിക്ചേഴ്സ് തരും. ഇങ്ങനെ 4 പിക്ചേഴ്സ് ബോക്സിലാക്കി തരും. അതിൽ നിന്നും ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് സ്റ്റോറി റൈറ്റിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ മക്കൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഉറപ്പായിട്ടും എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. നാളെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ നമ്മുടെ ലൈവ് ഉണ്ടാവും. ലൈവ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ഒക്കെ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ നമ്മുടെ ലൈവിൻ്റെയും വീഡിയോസിൻ്റെയും ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോളൂ. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ലവ് യു ഓൾ. ബൈ.